ನಮಸ್ಕಾರ. ಕೆಸಿಎನ್ ಜಿಲ್ಲಾ ವಾರ್ತೆಗಳಿಗೆ ಸ್ವಾಗತ. ಮೊದಲಿಗೆ ಮುಖ್ಯಾಂಶಗಳು. ಜಿಲ್ಲೆಯಲ್ಲಿ ಬಾಲ್ಯ ವಿವಾಹದ ಪ್ರಕರಣವೊಂದು ದಾಖಲು. ಉಸ್ತಾದ್ ಸೇರಿದಂತೆ 4 ವಿರುದ್ಧ ಪ್ರಕರಣ ದಾಖಲಿಸಿಕೊಂಡ ಚಂದೇರ ಪೊಲೀಸರು. ನದಿಗಳಿಲ್ ಸುಂದರಿ ಯಮುನಾ ಚಿತ್ರದ ಬಗ್ಗೆ ಮುರಳಿ ಕುನ್ನುಂಪುರ ಅವರ ಆರೋಪಗಳನ್ನು ನಿರಾಕರಿಸಿದ ನಿರ್ದೇಶಕ ವಿಜೇಶ್ ಪಾಣತೂರು. ವಿಷಯವನ್ನು ಕಾನೂನುಬದ್ಧವಾಗಿ ಎದುರಿಸುವುದಾಗಿ ವಿಜೇಶ್ ಪಾಣತೂರು ಹೇಳಿಕೆ. ಮಂಜೇಶ್ವರ ಪಂಚಾಯತ್ ಅಧಿಕಾರಿಗಳ ನಿರ್ಲಕ್ಷ್ಯದ ಪರಾಕಾಷ್ಠೆಗೆ ಸಾಕ್ಷಿಯಾದ ಸೇತುವೆ ಸ್ಲ್ಯಾಬ್ಗಳು. ಖಾಸಗಿ ಜಾಗದಲ್ಲಿ ಅನಾಥವಾಗಿ ಬಿದ್ದಿರುವ ಸೇತುವೆಯ ಸ್ಲ್ಯಾಬ್ಗಳಿಂದ ಭೂಮಾಲೀಕ ಸಂಕಷ್ಟದಲ್ಲಿ. ಮಳೆಗಾಲ ಪ್ರಾರಂಭವಾಗುವ ಮುನ್ನ ಸ್ವಚ್ಛತಾ ಅಭಿಯಾನ ಕಾರ್ಯಕ್ರಮ. ಚಿರುವತ್ತೂರು ಗ್ರಾಮ ಪಂಚಾಯತ್ ನೇತೃತ್ವದಲ್ಲಿ ನಡೆದ ಸ್ವಚ್ಛತಾ ಕಾರ್ಯದಲ್ಲಿ ಅನೇಕ ಮಂದಿ ಭಾಗಿ. ನಾಡಿನಲ್ಲಿ ಸಂಭ್ರಮದ ವಾತಾವರಣ ಮೂಡಿಸಿದ ಪೆರಡಾಲ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ. ದೇಗುಲದಲ್ಲಿ ನಾಳೆ ಉದನೇಶ್ವರನಿಗೆ ಬ್ರಹ್ಮಕಲಶಾಭಿಷೇಕ. ವಾರ್ತೆಗಳು ವಿವರವಾಗಿ. ಬಾಲ್ಯ ವಿವಾಹ ಸಂಬಂಧಿಸಿ ಉಸ್ತಾದ್ ಸೇರಿದಂತೆ 4 ವಿರುದ್ಧ ಪ್ರಕರಣ ದಾಖಲಾಗಿದೆ. ಅಳಿಕಲ್ ಜುಮಾ ಮಸೀದಿಯಲ್ಲಿ ಏಪ್ರಿಲ್ 13ರಂದು ಬಾಲ್ಯ ವಿವಾಹ ನಡೆಯಲಾಗಿದ್ದು, ಚಂದೇರ ಪೊಲೀಸರು ಘಟನೆಗೆ ಸಂಬಂಧಿಸಿ ಪ್ರಕರಣ ದಾಖಲಿಸಿಕೊಂಡಿದ್ದಾರೆ. ಏಪ್ರಿಲ್ 13ರಂದು 16 ವರ್ಷದ ಬಾಲಕಿಯನ್ನು 28 ವರ್ಷದ ವ್ಯಕ್ತಿಯೊಬ್ಬರ ಜೊತೆ ವಿವಾಹ ಮಾಡಲಾಗಿತ್ತು. ಪಡನ್ನ ಎಡಚೆಕ್ಕೈ ಅಳಿಕಲ್ ಜುಮಾ ಮಸೀದಿಯಲ್ಲಿ ಕುಟುಂಬ ಸದಸ್ಯರು, ಸಾರ್ವಜನಿಕ ಕಾರ್ಯಕರ್ತರು ಹಾಗೂ ಜುಮಾ ಮಸೀದಿಯ ಪ್ರಮುಖರ ಸಮ್ಮುಖದಲ್ಲಿ ಈ ವಿವಾಹ ನಡೆಯಿತು. ಸ್ಥಳೀಯ ನಿವಾಸಿಯೊಬ್ಬರು ಬಾಲ್ಯ ವಿವಾಹದ ಬಗ್ಗೆ ಚಂದೇರ ಪೊಲೀಸರಿಗೆ ಮಾಹಿತಿ ನೀಡಿದ್ದರು. ಆದರೆ ಪೊಲೀಸರು ನ್ಯಾಯಾಲಯದ ಆದೇಶದ ಮೇರೆಗೆ ಪ್ರಕರಣ ದಾಖಲಿಸಿಕೊಂಡಿದ್ದಾರೆ. ಬಾಲಕಿಯ ಪತಿ ಶಬೀರ್ ಶೇಖ್, ಬಾಲಕಿ ತಂದೆ ಪಡನ್ನ ಎಡಚೆಕೈ ಪಂಚಾಯತ್ 13ನೇ ವಾರ್ಡ್ ಸದಸ್ಯ, ಜುಮಾ ಮಸೀದಿಯ ಕಾರ್ಯದರ್ಶಿ ಪಿಕೆ ತಾಜುದ್ದೀನ್, ಜುಮಾ ಮಸೀದಿಯ ಉಸ್ತಾದ್ ರಹಮತುಲ್ಲಾ ಅವರ ವಿರುದ್ಧ ಪ್ರಕರಣ ದಾಖಲಿಸಲಾಗಿದೆ. ಈ ಮಧ್ಯೆ ಜುಮಾ ಮಸೀದಿಯಲ್ಲಿ ನಡೆದ ಮದುವೆಗೆ ಸಂಬಂಧಿಸಿದ ಯಾವುದೇ ದಾಖಲೆಗಳು ಕಂಡುಬಂದಿಲ್ಲ. ಆ ದಿನದ ಸಿಸಿಟಿವಿ ದೃಶ್ಯಾವಳಿಗಳು ಲಭ್ಯವಿಲ್ಲ ಎಂದು ವರದಿಯಾಗಿದೆ. ಬಾಲ್ಯ ವಿವಾಹದ ಬಗ್ಗೆ ಸ್ಥಳೀಯ ನಿವಾಸಿಯೊಬ್ಬರು ಪೊಲೀಸರಿಗೆ ಮೊದಲೇ ಮಾಹಿತಿ ನೀಡಿದ್ದರು. ಆದರೆ ಇದರ ಬಗ್ಗೆ ಯಾವುದೇ ಕ್ರಮ ಕೈಗೊಂಡಿಲ್ಲ ಎಂದು ಆರೋಪ ಕೇಳಿಬರುತ್ತಿದೆ. ಘಟನೆಯಲ್ಲಿ ಸಾಕ್ಷ್ಯ ನಾಶಪಡಿಸುವ ಪ್ರಯತ್ನ ನಡೆಯಲಾಗಿದ್ದು, ಸಮಗ್ರ ತನಿಖೆಗಾಗಿ ಉನ್ನತ ಮಟ್ಟದ ಪೊಲೀಸ್ ತಂಡವನ್ನು ನೇಮಿಸಬೇಕು ಎಂದು ಒತ್ತಾಯಿಸಿ ಅಡ್ವೊಕೇಟ್ ಕೊಳತ್ತೂರು ജയ്സിംഗ് ಅವರು ರಾಜ್ಯ ಮುಖ್ಯ ಕಾರ್ಯದರ್ಶಿಗೆ ದೂರು ನೀಡಿದ್ದಾರೆ. നമ്മുടെ രാജ്യത്ത് ഒരു കാരണവശാലും ശൈശവ വിവാഹം അനുവദനീയമല്ല. അത് എല്ലാ മതസ്ഥാപനങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണ്. അതൊരു നിയമമാണ്. നിർഭാഗ്യവശാല് കാസർഗോഡ് അഴിക്കൽ ഇടച്ചാലെ ഒരു മതസ്ഥാപനത്ത് അത്തരം ഒരു ശൈശവ വിവാഹം നടക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട പോലീസിന് രഹസ്യമായിട്ടുള്ള വിവരം ലഭിക്കുകയും ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ രഹസ്യമായുള്ള വിവരം ലഭിക്കുകയും പോലീസ് അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പോസോ ആക്ട് അനുസരിച്ച് ഉള്ള നടപടിക്രമങ്ങൾ നടത്തുവാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രതികളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. തെളിവുകൾ ലഭ്യമായില്ല എന്നുള്ള നിയമവിരുദ്ധ നിലപാടും നടപടികളുമായി ആയിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇത്തരം സമീപനങ്ങൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. ഇപ്പോൾ കൃത്യതയുള്ള പരാതികൾ പൊതുസമൂഹത്തിന് ഇല്ല എന്നുള്ള നിലപാടുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. അത് തെറ്റായ നിലപാടാണ്. പൊതുസമൂഹത്തിനും സർക്കാരിനും ഇക്കാര്യങ്ങളിൽ കൃത്യമായുള്ള പരാതിയുണ്ട്. ആ ശൈശവ വിവാഹം നടത്തുവാൻ നേതൃത്വം നൽകിയ മുഴുവൻ ആളുകൾക്കെതിരെയും പോസോ ആക്ട് അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ, കൃത്യതയുള്ള അറസ്റ്റ് വളരെ വേഗം നടത്തിക്കൊണ്ട് കൃത്യതയുള്ള നിയമ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് ഞാൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിലത്തെ പോലീസ് അന്വേഷണം ഇത്തരം കാര്യങ്ങൾ നടത്തിയ ആളുകളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതാണ്. അത്തരം കാര്യങ്ങൾ നമുക്കൊരിക്കലും ഈ പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. ആ പോലീസ് സ്റ്റേഷന്റെ എസ്എച്ച്ഒ തന്നെ ആ പ്രതികളെ സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോ അതിലെ യഥാർത്ഥ പ്രതി എവിടെയാണ് എന്ന് തന്നെ പോലീസിന് അറിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇതിന് നേതൃത്വം നൽകിയ പ്രതി രാജ്യം വിട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പെൺകുട്ടികൾ എന്ന് പറയുന്നത് നിയമവ്യവസ്ഥ അനുസരിച്ച് വിൽക്കുവാനുള്ള ഒരു സംവിധാനമായി ആരെങ്കിലും അതിനെ കണ്ടാൽ അതിനെ കൃത്യമായി നിയമപരമായി തന്നെ തടയുവാൻ ഈ പൊതുസമൂഹത്തിന് കൃത്യതയുള്ള ബാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ സർക്കാരിന് പരാതി നൽകിയിരിക്കുന്നത്. സംഭവം ഒരു ഉന്നത IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള കൃത്യതയുള്ള അന്വേഷണം തന്നെ ഇക്കാര്യങ്ങളിൽ ആവശ്യമുണ്ട്.
പോസോ ആക്ട് അനുസരിച്ചുള്ള നിയമ നടപടികൾ ഈ ശൈശവ വിവാഹത്തിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രതികളെ എത്രയും വേഗം ഇത്തരം കാര്യങ്ങൾ നടത്തിയ മതസ്ഥാപനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളടക്കം ആ പയ്യന്റെ, അതായത് ഈ വിവാഹം നടത്തിയ പയ്യന്റെ മാതാപിതാക്കളടക്കം, അതുപോലെ തന്നെ ഈ വിവാഹം നടത്തിക്കൊടുത്ത പെൺകുട്ടിയുടെ മാതാപിതാക്കളടക്കം പ്രതി ചേർത്തുകൊണ്ട് കൃത്യതയുള്ള നടപടിക്രമങ്ങൾ ഇക്കാര്യങ്ങളിൽ ആവശ്യമാണ്. ഇതിൽ പോലീസ് നടത്തുന്ന കൃത്യതയുള്ള തെളിവുകൾ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പ്രോത്സാഹനം നൽകിയാൽ ഇത്തരം സംഭവങ്ങൾ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഇനിയും ആവർത്തിക്കപ്പെടും. അത്തരം കാര്യങ്ങൾ ആവർത്തിപ്പിക്കപ്പെടാതിരിക്കുവാൻ കൃത്യതയുള്ള നിയമ നടപടികൾ ഈ ശൈശവ വിവാഹത്തിന് മേൽ, പ്രതികൾക്ക് മേൽ പോലീസ് നടത്തണം. അതിനുവേണ്ടി DGP ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവപരമായി തന്നെ കാണണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചീഫ് സെക്രട്ടറിക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പടന്ന ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന എടച്ചാക്കൈ അഴീക്കൽ ജുമാഅത്ത് പള്ളിക്കകത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹം നടന്നു എന്ന വാർത്ത കുറച്ച് ദിവസമായിട്ട് പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് നമുക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് 16 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ നിക്കാഹാണ് ആ പള്ളിക്കകത്ത് വെച്ച് നടന്നു എന്നുള്ളതും അതിന് ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് വിവാഹം നടത്തിയതു എന്നുള്ളതാണ് പിന്നീട് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ അടുത്ത കാലത്തൊന്നും നമ്മുടെ പ്രദേശങ്ങൾക്ക്, ഏകദേശം 2006 ശൈശവ വിവാഹ നിരോധന നിയമം കർശനമാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിനകത്ത്, അത് പ്രത്യേകിച്ച് കേരളത്തിൽ അത് വളരെ കർശനമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇന്ന് ഇങ്ങനെയുള്ള ഒരു വാർത്ത നമുക്ക് കേൾക്കാനിടയാവുന്നത്. അപ്പം അതിന് കൂട്ടുനിന്നവർ, ഒരിക്കലും അത്തരം വിവാഹത്തിന്, ശൈശവ വിവാഹത്തിന് കൂട്ടുനിന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ, അതുപോലെ തന്നെ ഒരു ജനപ്രതിനിധി ആകുമ്പോൾ ജനപ്രതിനിധി ജാഗ്രതാ സമിതിയുടെ ചെയർമാനാണ്. അപ്പോൾ ജാഗ്രതാ സമിതി എന്ന് പറയുന്നത് തന്നെ കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശങ്ങളിൽ അത്തരം കാര്യങ്ങൾ ആ വാർഡിനകത്ത് നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി ഇടപെടാനും അതിനെ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും പറ്റുന്ന തരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ജനപ്രതിനിധി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുന്നത് ജനപ്രതിനിധി അടക്കം ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇനി ആര് തന്നെ ആയാലും ശൈശവ വിവാഹ നിരോധന നിയമം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിനകത്ത് പഴയ കാലത്ത് നിന്നുള്ള പഠന ഇന്ന് ഒരുപാട് മാറിയിട്ട് നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇത്തരത്തിൽ ശൈശവ വിവാഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആര് തന്നെ ആയാലും അതിനെ നിയമപരമായിട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ಬಾಲ್ಯವಿವಾಹದ ವಿಷಯ ಬೆಳಕಿಗೆ ಬಂದ ಬಳಿಕ ಚೈಲ್ಡ್ ಲೈನ್ ಅಧಿಕಾರಿಗಳು ಮೊದಲು ಪ್ರಾಥಮಿಕ ತನಿಖೆ ನಡೆಸಿ ಮಕ್ಕಳ ಅಭಿವೃದ್ಧಿ ಇಲಾಖೆಗೆ ಮಾಹಿತಿ ನೀಡಿದರು. ಬಳಿಕ ಬಾಲ್ಯ ವಿವಾಹ ನಿಷೇಧ ಅಧಿಕಾರಿ ತನಿಖೆ ನಡೆಸಿ 16 ವರ್ಷದ ಬಾಲಕಿ ವಿವಾಹವಾಗಿರುವುದನ್ನು ದೃಢೀಕರಿಸಿಕೊಂಡರು. ಬಳಿಕ ಹೊಸದುರ್ಗ ಪ್ರಥಮ ದರ್ಜೆ ನ್ಯಾಯಾಂಗ ಮ್ಯಾಜಿಸ್ಟ್ರೇಟ್ ನ್ಯಾಯಾಲಯಕ್ಕೆ ವರದಿ ಸಲ್ಲಿಸಲಾಯಿತು. ಈ ವರದಿಯನ್ನು ಪರಿಗಣಿಸಿದ ನ್ಯಾಯಾಲಯವು ಪ್ರಕರಣ ದಾಖಲಿಸಲು ಆದೇಶ ನೀಡಿತು. 2006 ಬಾಲ್ಯ ವಿವಾಹ ನಿಷೇಧ ಕಾಯ್ದೆ ಅಡಿಯಲ್ಲಿ ಇದು ಶಿಕ್ಷಾರ್ಹ ಅಪರಾಧವಾಗಿದೆ. ಸಾರ್ವಜನಿಕರು ಸೇರಿದಂತೆ ಜನಪ್ರತಿನಿಧಿಗಳು ಬಾಲ್ಯ ವಿವಾಹದಲ್ಲಿ ಭಾಗಿಯಾಗಿರುವುದು ಘಟನೆಯ ಗಂಭೀರತೆಯನ್ನು ಹೆಚ್ಚಿಸಿದೆ. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡು. ನದಿಗಳಿಲ್ ಸುಂದರಿ ಯಮುನಾ ಚಿತ್ರದ ಬಗ್ಗೆ ಮುರಳಿ ಕುನ್ನಂಪುರ ಅವರ ಆರೋಪಗಳನ್ನು ನಿರ್ದೇಶಕ ವಿಜೇಶ್ ಪಾಣತ್ತೂರ್ ನಿರಾಕರಿಸಿದ್ದರು. ಚಿತ್ರ ಬಿಡುಗಡೆಗೂ ಮುನ್ನವೇ ಮಾರ್ಕೆಟಿಂಗ್ ಆದ ಚಿತ್ರವೇ ನದಿಗಳಿಲ್ ಸುಂದರಿ ಯಮುನಾ. ಈ ಆರೋಪಗಳು ತಮ್ಮ ಚಲನಚಿತ್ರ ವೃತ್ತಿ ಜೀವನವನ್ನು ಕೊನೆಗೊಳಿಸುವ ಪ್ರಯತ್ನದ ಭಾಗವಾಗಿದೆ ಹಾಗೂ ಈ ವಿಷಯವನ್ನು ಕಾನೂನುಬದ್ಧವಾಗಿ ಎದುರಿಸಲಾಗುವುದೆಂದು ವಿಜೇಶ್ ಪಾಣತ್ತೂರು ಹೇಳಿದರು. ടീസർ, ട്രailer എല്ലാം പുള്ളിയുടെ സോഷ്യൽ മീഡിയ പേജിൽ കൂടി അദ്ദേഹം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് കാണാം, ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം എന്നോട് വിളിച്ചു പറഞ്ഞു ട്രailer നല്ല രസമായിട്ടുണ്ട്, ഇത് പടം കഴിഞ്ഞ് ഉടൻ തന്നെ നമുക്കൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം മുരളിയേട്ടാ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം വെച്ചെങ്കിൽ എനിക്ക് ആദ്യ പടത്തിൽ നിന്നുണ്ടായ ഒരുപാട് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും ഞാൻ ആ ഒരു ടീമിൻ്റെ കൂടെ പടം ചെയ്യില്ല, മനസ്സുകൊണ്ട് ഞാൻ ശബ്ദം ചെയ്തതാണ്, എന്നെ ചെയ്യില്ല പടം, അങ്ങനെ അവരുടെ കൂടെ ചെയ്യില്ല എന്നില്ല. അപ്പോൾ എന്നിട്ടും ഞാൻ പുള്ളിയോട് നോക്കാം മുരളിയേട്ടാന്ന് ഞാൻ പറഞ്ഞു. കാരണം വെച്ചെങ്കിൽ ഒരുപാട് വേദനിക്കുന്ന ഒരുപാട് അവസ്ഥകൾ എനിക്ക് ആ സെറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഒന്നും തുറന്നു പറയാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല ഉള്ളത്. അങ്ങനെ ഈ പടം ഇറങ്ങുന്നു, ആ പടം വൻ ഹിറ്റാകുന്നു, നല്ല രീതിക്ക് കളക്ഷൻ കൊണ്ടുപോകുന്നു, നല്ല രീതിക്ക് സൂപ്പർ ഹിറ്റായി മാറുന്നു പ്രകമ്പനം. പിന്നെ പുള്ളിയുടെ ഒരു വിവരവുമില്ല, ഒരു അനക്കവുമില്ല. പിന്നെ ഞാൻ അങ്ങോട്ടായിട്ട് അങ്ങനെ വിളിക്കാറുമില്ല, എന്നെ ഇങ്ങോട്ടാണ് പല കാര്യത്തിനും വിളിക്കാറ്. പിന്നീട് ഞാൻ കാണുന്ന ഈ വീഡിയോ ആണ് ഞാൻ കാണുന്നത്. ഈ വീഡിയോ ഞാൻ കാണുന്നത് ഇപ്പം സോഷ്യൽ മീഡിയ കാണുന്നതിന് കുറച്ച് ദിവസം മുന്നേ തന്നെ എനിക്ക്
വേറൊരാൾ ഈ വീഡിയോ അയച്ചു തന്നു. ഞാൻ ആകെ ഞെട്ടിപ്പോയി, ഇതെന്താ. പുള്ളി എന്നിട്ട് വിളിക്കാൻ കോൺടാക്ട് ചെയ്യാൻ നോക്കി, പക്ഷേ എനിക്ക് ഫോൺ കണക്റ്റ് ആയില്ല. ഞാൻ വെച്ചാൽ പുള്ളിയുടെ പിന്നെ സർക്കിളിലൊരു ടീമിനെ വിളിച്ചു, പുള്ളിയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അറിയാണ്ട് കൈതട്ടി വന്നതാണത്, ഒരു ഡിപ്രഷൻ മൂഡായിരുന്നു, അറിയാണ്ട് കൈതട്ടി വന്നതാണ്, കുഴപ്പമില്ല, ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഭയങ്കര മോശമല്ലേ, ഒരു വ്യക്തികളെ ഇങ്ങനെ പേരൊക്കെ എടുത്ത് പറഞ്ഞ്. ഇതിപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വെച്ചാൽ നമ്മളിപ്പം അത്യാവശ്യം നല്ല രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, ഒരുപാട് പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുന്നു, നല്ല പടങ്ങൾ ചെയ്യാൻ വരുന്നു, ഇതൊക്കെ ഇദ്ദേഹം അറിയുന്നുണ്ട്. എൻ്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ എൻ്റെ പേര് ഇതൊക്കെ വിളിച്ചിട്ടതും, ഇതൊക്കെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എൻ്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് തീർച്ചയായിട്ടും ഞാൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് എന്തായാലും പോകും. എന്തായാലും നദികളി സുന്ദരി യമുനയ്ക്ക് എന്താണ് സംഭവിച്ചത് എനിക്ക് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അന്വേഷണമായിട്ട് അതിൻ്റെ കാര്യമായിട്ട് ഞാൻ എന്തായാലും മുന്നോട്ട് പോകും. ബാക്കി എന്തായാലും സത്യം ഒരു നാൾ പുറത്ത് വരും. ഇത്രയും ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ಅಭಿವೃದ್ಧಿ ಕಾರ್ಯಗಳಿಗೆ ತಂದಿದ್ದ ಸಾಮಗ್ರಿಗಳು ಹಲವೆಡೆ ನಾಶವಾಗುತ್ತಿರುವುದು ಅಧಿಕಾರಿಗಳ ನಿರ್ಲಕ್ಷ್ಯಕ್ಕೆ ಸಾಕ್ಷಿಯಾಗಿದೆ. ಅವುಗಳನ್ನು ಸಕಾಲದಲ್ಲಿ ಬಳಸದ ಕಾರಣ ಲಕ್ಷಾಂತರ ರೂಪಾಯಿ ನಷ್ಟವಾಗುತ್ತಿದೆ. ಮಂಜೇಶ್ವರದಲ್ಲಿ ಪಾದಾಚಾರಿ ಸೇತುವೆ ನಿರ್ಮಾಣಕ್ಕಾಗಿ ತಂದಿದ್ದ ಬೃಹತ್ ಕಾಂಕ್ರೀಟ್ ಸ್ಲ್ಯಾಬ್ಗಳು 5 ವರ್ಷಗಳಿಂದ ಖಾಸಗಿ ವ್ಯಕ್ತಿಯೊಬ್ಬರ ಜಾಗದಲ್ಲಿ ಧೂಳು ಹಿಡಿಯುತ್ತಿದ್ದು, ಇದರಿಂದ ಜಾಗದ ಮಾಲೀಕರು ಕೂಡ ಸಂಕಷ್ಟದಲ್ಲಿದ್ದಾರೆ. ಅಭಿವೃದ್ಧಿ ಕಾಮಗಾರಿಗಳಿಗಾಗಿ ತಂದಿರಿಸಿದ ಸಾಮಗ್ರಿಗಳನ್ನು ಸಕಾಲದಲ್ಲಿ ಬಳಸದಿದ್ದರೆ ಅದು ಸಾರ್ವಜನಿಕರಿಗೆ ಹೇಗೆ ಹೊರೆಯಾಗಬಹುದು ಎಂಬುದಕ್ಕೆ ಮಂಜೇಶ್ವರ ಗ್ರಾಮ ಪಂಚಾಯತಿನ 23ನೇ ವಾರ್ಡ್ ಒಂದು ಜ್ವಲಂತ ಉದಾಹರಣೆಯಾಗಿದೆ. ಇಲ್ಲಿನ ನಿವಾಸಿ ಸನ್ನಿ ಎಂಬವರ ಖಾಸಗಿ ಜಾಗದಲ್ಲಿ ಕಾಲು ಸೇತುವೆಗೆ ಬಳಸಬೇಕಾದ ಸ್ಲ್ಯಾಬ್ಗಳನ್ನು ತಂದಿರಿಸಿ ಬರೋಬ್ಬರಿ 5 ವರ್ಷಗಳು ಕಳೆದಿವೆ. ಆದರೆ ಈವರೆಗೆ ಆ ಸ್ಲ್ಯಾಬ್ಗಳನ್ನು ಅಲ್ಲಿಂದ ತೆರವುಗೊಳಿಸದೆ ಪಂಚಾಯತ್ ಆಡಳಿತವು ವಿನಾಕಾರಣ ವಿಳಂಬ ಧೋರಣೆ ಅನುಸರಿಸುತ್ತಿದೆ. ಸುಮಾರು 5 ವರ್ಷಗಳ ಹಿಂದೆ ಸ್ಥಳೀಯವಾಗಿ ಕಾಲು ಸೇತುವೆಯೊಂದನ್ನು ನಿರ್ಮಿಸುವ ಉದ್ದೇಶದಿಂದ ಪಂಚಾಯತ್ ವತಿಯಿಂದ ಈ ಬೃಹತ್ ಸ್ಲ್ಯಾಬ್ಗಳನ್ನು ತರಲಾಗಿತ್ತು. ಕಾಮಗಾರಿ ನಡೆಯುವವರೆಗೆ ತಾತ್ಕಾಲಿಕವಾಗಿ ಸನ್ನಿ ಎಂಬವರ ಖಾಸಗಿ ಜಾಗದಲ್ಲಿ ಇರಿಸಲಾಗಿತ್ತು. ಆದರೆ ಸೇತುವೆ ನಿರ್ಮಾಣವು ಪೂರ್ಣಗೊಳ್ಳದೆ ಇತ್ತ ಇರಿಸಿದ ಸ್ಲ್ಯಾಬ್ಗಳನ್ನು ವಾಪಸ್ಸು ಕೊಂಡೊಯ್ಯುವ ಸೌಜನ್ಯವನ್ನು ಪಂಚಾಯತ್ ಅಧಿಕಾರಿಗಳು ತೋರುತ್ತಿಲ್ಲ. ತಮ್ಮ ಸ್ವಂತ ಜಾಗದಲ್ಲೇ ಸ್ಲ್ಯಾಬ್ಗಳು ತುಂಬಿಕೊಂಡಿರುವುದರಿಂದ ಸನ್ನಿಯವರು ತೀವ್ರ ಸಂಕಷ್ಟಕ್ಕೆ ಸಿಲುಕಿದ್ದಾರೆ. ನನ್ನ ಖಾಸಗಿ ಸ್ಥಳದಲ್ಲಿ ಈ ಸ್ಲ್ಯಾಬ್ಗಳು ಇರುವುದರಿಂದ ಯಾವುದೇ ಅತ್ಯವಶ್ಯಕ ಕಾಮಗಾರಿಗಳನ್ನು ನಡೆಸಲು ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ. ಮನೆ ರಿಪೇರಿ ಅಥವಾ ಜಾಗದ ಅಭಿವೃದ್ಧಿ ಮಾಡಲು ಹೋದರೆ ಈ ಕಾಂಕ್ರೀಟ್ ಸ್ಲ್ಯಾಬ್ಗಳು ಅಡ್ಡಿಯಾಗುತ್ತಿವೆ ಎಂದು ಅವರು ಅಳಲು ತೋಡಿಕೊಂಡಿದ್ದಾರೆ. ಈ ಬಗ್ಗೆ ಹಲವು ಬಾರಿ ಪಂಚಾಯತ್ ಅಧಿಕಾರಿಗಳನ್ನು ಭೇಟಿ ಮಾಡಿ ಮನವಿ ಮಾಡಿದ್ದೇನೆ. ಪ್ರತಿ ಬಾರಿಯೂ ನಾಳೆ ಮಾಡುತ್ತೇವೆ, ಇಂದು ಮಾಡುತ್ತೇವೆ ಎಂಬ ಆಶ್ವಾಸನೆ ಸಿಗುತ್ತಿದೆ ವಿನಃ ಕಾರ್ಯರೂಪಕ್ಕೆ ಬಂದಿಲ್ಲ. ಒಬ್ಬ സാമാന്യ പ്രജയ മനവിಗೆ ಬೆಲೆಯೇ ഇല്ലದಂತಾಗಿದೆ എന്നുತ್ತಿದ್ದಾರೆ സണ്ണി. എൻ്റെ പേര് സണ്ണി. ഞാൻ മഞ്ചേശ്വരം പഞ്ചായത്തിൽ 23ാം വാർഡിൽ താമസിക്കുന്നയാളാണ്. എനിക്ക് ആകെയുള്ള 7.5 സെൻറ്റ് സ്ഥലമുണ്ട്. മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെ വകയായിട്ട് ഇവിടെ കുറേ സ്ലാബ് റോഡിൽ കൊണ്ടുവന്ന് എൻ്റെ പുരയിടത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് യാതൊരു കൃഷിപ്പണി ചെയ്യാൻ അവിടെ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥലം എടുത്തത് തന്നെ. 2 വർഷം മുമ്പ് ഞാൻ പഞ്ചായത്തിൽ ഹർജി കൊടുത്ത് യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ സ്ലാബ് അവിടെ നിന്ന് മാറ്റുക, എനിക്ക് അവിടെ ഈ സ്ഥലത്ത് യാതൊരുവിധ പ്രവർത്തനം നടത്താനോ ഒരു വീട് വെക്കാനോ ഒരു കാരണം സാധിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് വന്ന് ഇതിനൊരു നടപടി ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ಪಂಚಾಯತಿನ ಈ ವಿಳಂಬ ನೀತಿಯು ಸಾರ್ವಜನಿಕ ಹಣ ಮತ್ತು ಸಂಪನ್ಮೂಲದ ಪೋಲಾಗುವಿಕೆಯನ್ನು ತೋರಿಸುತ್ತಿದೆ. ಸರ್ಕಾರದ ಸ್ವತ್ತಾದ ಈ ಸ್ಲ್ಯಾಬ್ಗಳು 5 ವರ್ಷಗಳಿಂದ ಮಳೆ ಗಾಳಿಗೆ ಸಿಲುಕಿ ಹಾಳಾಗುತ್ತಿದೆ. ಕೂಡಲೇ ಸಂಬಂಧಪಟ್ಟ ವಾರ್ಡ್ ಸದಸ್ಯರು ಮತ್ತು ಪಂಚಾಯತ್ ಅಧಿಕಾರಿಗಳು ಎಚ್ಚೆತ್ತುಕೊಂಡು ಖಾಸಗಿ ವ್ಯಕ್ತಿಯ ಜಾಗದಿಂದ ಸ್ಲ್ಯಾಬ್ಗಳನ್ನು ತೆರವುಗೊಳಿಸಿ ಅವರಿಗೆ ನ್ಯಾಯ ಒದಗಿಸಬೇಕೆಂದು ಸ್ಥಳೀಯರು ಆಗ್ರಹಿಸುತ್ತಿದ್ದಾರೆ. ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಉದ್ಯಾವರ, ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಮಂಜೇಶ್ವರ. ಬೇಸಿಗೆಯ ಮಳೆಗಾಲ ಪ್ರಾರಂಭವಾಗುವ ಮುನ್ನ ಚಿರುವತ್ತೂರು ಗ್ರಾಮ ಪಂಚಾಯತ್ ನೇತೃತ್ವದಲ್ಲಿ ಸಮಾಜದ ಜನತೆಯ ಸಹಕಾರದೊಂದಿಗೆ ಮಳೆಗಾಲ ಪೂರ್ವ ಸ್ವಚ್ಛತಾ ಅಭಿಯಾನ ಆರಂಭಿಸಲಾಗಿದೆ. ಮೊದಲ ಹಂತದಲ್ಲಿ ನಗರ ಹಾಗೂ ಸುತ್ತಮುತ್ತಲಿನ ಪ್ರದೇಶಗಳಲ್ಲಿ ಸ್ವಚ್ಛತಾ ಕಾರ್ಯವನ್ನು ಕೈಗೊಳ್ಳಲಾಗುತ್ತಿದೆ. ಬೇಸಿಗೆ ಮಳೆ ಬರುವ ಮುನ್ನ ಚಿರುವತ್ತೂರಿನಲ್ಲಿ ಸ್ವಚ್ಛತಾ ಅಭಿಯಾನ ಪ್ರಾರಂಭವಾಗಿದೆ. ಗ್ರಾಮ ಪಂಚಾಯತ್ ಸದಸ್ಯರು, ಸಾರ್ವಜನಿಕ ಕಾರ್ಯಕರ್ತರು, ಹರಿತ ಕರ್ಮಸೇನೆ, ಆಶಾ ಕಾರ್ಯಕರ್ತರು, ಉದ್ಯೋಗ ಖಾತರಿ ಕಾರ್ಮಿಕರು, ಗ್ರಾಮ ಪಂಚಾಯತ್ ನೌಕರರು ಹಾಗೂ ಆರೋಗ್ಯ ಇಲಾಖೆ ನೌಕರರು ಸ್ವಚ್ಛತಾ ಅಭಿಯಾನದಲ್ಲಿ ಭಾಗವಹಿಸಿದ್ದರು. ಬಸ್ ನಿಲ್ದಾಣ, ಮೀನು ಮಾರುಕಟ್ಟೆ, ಕೈಯೂರು ರಸ್ತೆ ಜಂಕ್ಷನ್, ಗ್ರಾಮ ಪಂಚಾಯತ್ ಕಚೇರಿ ಆವರಣ, ರೈಲ್ವೆ ನಿಲ್ದಾಣ ರಸ್ತೆ ಹಾಗೂ ಸಾಮಾಜಿಕ ಆರೋಗ್ಯ ಕೇಂದ್ರ ಆವರಣಗಳನ್ನು ಸ್ವಚ್ಛಗೊಳಿಸಲಾಯಿತು. ನಗರದಲ್ಲಿ ನಡೆದ ಸ್ವಚ್ಛತಾ ಅಭಿಯಾನವನ್ನು ಚಲನಚಿತ್ರ ನಟ ಉಣ್ಣಿರಾಜ್ ಚೆರುವತ್ತೂರು ಉದ್ಘಾಟಿಸಿದರು. ಗ್ರಾಮ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷ ಟಿ ನಾರಾಯಣ್ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದರು.
ಆರೋಗ್ಯ ನಿರೀಕ್ಷಕಿ ಪಿಕೆ ಮಧು, ಗ್ರಾಮ ಪಂಚಾಯತ್ ಉಪಾಧ್ಯಕ್ಷೆ ಕೆ ಮಿನಿಮೋಳ್, ಪಂಚಾಯತ್ ಸದಸ್ಯರಾದ ಪಿ ಶಶಿಧರನ್, ವಿ ರೀಣಾ, ಕೃಷ್ಣನ್ ಪತನತ್, ಕರುಣಾಕರನ್ ಮುತ್ತತ್, ಟಿಕೆ ಫೈಸಲ್, ಕೆವಿ ಶಿಜು, ಎಂವಿ ಶಿಜು, ಎಂ ಶೋಭಾ, ಎಂ ಗಿರೀಶ್, ಕೆಎಂ ಅಭಿಜಿತ್ ಕುಮಾರ್, ಟಿಕೆ ದೇವರಾಜನ್, ಪಂಚಾಯತ್ ಕಾರ್ಯದರ್ಶಿ ಜಿಎಸ್ ಅರುಣಿಮಾ, ಸಹಾಯಕ ಕಾರ್ಯದರ್ಶಿ ಎ ವಿನಯ್ ರಾಜ್ ಮುಂತಾದವರು ನೇತೃತ್ವ ವಹಿಸಿದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಚಿರ್ಬತ್ತೂರ್. ಪೆರಡಾಲ ಶ್ರೀ ಉದನೇಶ್ವರ ದೇವಸ್ಥಾನದ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ವಿಜೃಂಭಣೆಯಿಂದ ನಡೆಯುತ್ತಿದ್ದು ನಾಡಿನಲ್ಲಿ ಭಕ್ತಿಯ ವಾತಾವರಣ ನಿರ್ಮಾಣಗೊಂಡಿದೆ. ಏಪ್ರಿಲ್ 26 ಭಾನುವಾರದಂದು ಎಡನೀರು ಮಠದ ಪೀಠಾಧಿಪತಿಗಳಾದ ಸಚ್ಚಿದಾನಂದ ಭಾರತಿ ಸ್ವಾಮೀಜಿಯವರ ಉಪಸ್ಥಿತಿಯಲ್ಲಿ ಸಹಸ್ರ ಕಲಶಾಭಿಷೇಕ, ಬ್ರಹ್ಮಕಲಶಾಭಿಷೇಕ ದೇಗುಲದಲ್ಲಿ ನಡೆಯಲಿದೆ. ಪೆರಡಾಲ ಶ್ರೀ ಉದನೇಶ್ವರ ದೇವಸ್ಥಾನದ ನವೀಕರಣ ಪುನರ್ಪ್ರತಿಷ್ಠಾ ಅಷ್ಟಬಂಧ ಬ್ರಹ್ಮಕಲಶೋತ್ಸವವು ವಿಜೃಂಭಣೆಯಿಂದ ನಡೆಯುತ್ತಿದ್ದು ನಾಳೆ ಕ್ಷೇತ್ರದಲ್ಲಿ ಉದನೇಶ್ವರ ದೇವನಿಗೆ ಬ್ರಹ್ಮಕಲಶಾಭಿಷೇಕ ನಡೆಯಲಿದೆ. ಬೆಳಗ್ಗೆ 5 ಗಂಟೆಗೆ ಗಣಪತಿ ಹೋಮದೊಂದಿಗೆ ವೈದಿಕ ಕಾರ್ಯಗಳು ಪ್ರಾರಂಭಗೊಳ್ಳಲಿದೆ. ಕವಾಟೋದ್ಘಾಟನೆ, ಶಾಂತಿ ಪ್ರಾಯಶ್ಚಿತ ಮತ್ತು ತತ್ವಹೋಮಗಳ ಕಲಶಾಭಿಷೇಕ ನಡೆಯಲಿದೆ. ಎಡನೀರು ಮಠದ ಪೀಠಾಧಿಪತಿಗಳಾದ ಸಚ್ಚಿದಾನಂದ ಭಾರತಿ ಸ್ವಾಮೀಜಿಯವರ ಉಪಸ್ಥಿತಿಯಲ್ಲಿ ದೇಗುಲದಲ್ಲಿ ಸಹಸ್ರ ಕಲಶಾಭಿಷೇಕ, ಬ್ರಹ್ಮಕಲಶಾಭಿಷೇಕ, ಅವಭೃತ ಪ್ರೋಕ್ಷಣೆ, ಮಹಾಪೂಜೆ, ಮಂಗಲ ಮಂತ್ರಾಕ್ಷತೆ, ಪ್ರಸಾದ ವಿತರಣೆ ನಡೆಯಲಿದೆ. ಶ್ರೀರಾಮಚಂದ್ರಾಪುರ ಮಠದ ರಾಘವೇಶ್ವರ ಭಾರತಿ ಸ್ವಾಮೀಜಿ ಅವರು ಕ್ಷೇತ್ರಕ್ಕೆ ಆಗಮಿಸಲಿದ್ದಾರೆ. ಸಂಜೆ ದೇವರ ಉತ್ಸವ ಬಲಿ ನಡೆದ ಬಳಿಕ ಮಹಾಪೂಜೆ ಜರುಗಲಿದೆ. ರಾತ್ರಿ 9 ಗಂಟೆಗೆ ಶ್ರೀ ಶಿವಶಕ್ತಿ ಪೆರಡಾಲ ಪ್ರಾಯೋಜಕತ್ವದಲ್ಲಿ ಗಂಗಾ ಶಶಿಧರನ್ ಹಾಗೂ ಬಳಗದವರಿಂದ ವಯೋಲಿನ್ ಫ್ಯೂಷನ್ ಗಂಗಾ ತರಂಗಂ ಜರುಗಲಿದೆ. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಕಾಸರಗೋಡು. ಕೇರಳ ಟ್ಯಾಕ್ಸ್ ಪ್ರಾಕ್ಟೀಷನರ್ಸ್ ಅಸೋಸಿಯೇಷನ್ ಜಿಲ್ಲಾ ವಾರ್ಷಿಕ ಪ್ರಧಾನ ಸಭೆ ಹಾಗೂ ತಿಂಗಳ ಸಭೆ ನಡೆಯಿತು. ಕಾಸರಗೋಡು ವಿಕಾಸ್ ಭವನ ನಾರ್ತ್ ಝೋನ್ನಲ್ಲಿ ನಡೆದ ಕಾರ್ಯಕ್ರಮವನ್ನು ಕಾರ್ಯದರ್ಶಿ ಮುಕುಂದನ್ ಉದ್ಘಾಟಿಸಿದರು. ಕೇರಳ ಟ್ಯಾಕ್ಸ್ ಪ್ರಾಕ್ಟೀಷನರ್ಸ್ ಅಸೋಸಿಯೇಷನ್ ಜಿಲ್ಲಾ ವಾರ್ಷಿಕ ಪ್ರಧಾನ ಸಭೆ ಹಾಗೂ ತಿಂಗಳ ಸಭೆ ಕಾಸರಗೋಡು ವಿಕಾಸ್ ಭವನದಲ್ಲಿ ನಡೆಯಿತು. ನಾರ್ತ್ ಝೋನ್ ಕಾರ್ಯದರ್ಶಿ ಮುಕುಂದನ್ ಉದ್ಘಾಟಿಸಿದರು. ಉದಯ್ ಕುಮಾರ್ ಕೆ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದರು. ಸುರೇಂದ್ರ ಕೆ, ಟಿವಿ ಗಂಗಾಧರ ಮುಂತಾದವರು ಮಾತನಾಡಿದರು. ಕಮಲಕ್ಷ ಮಲ್ಯ ವಾರ್ಷಿಕ ವರದಿ ಮಂಡಿಸಿದರು. ಶ್ರೀನಿವಾಸ್ ಶೆಣೈ ಪ್ರಾರ್ಥನೆ ಹಾಡಿದರು. ರಘುವೀರ್ ನಾಯಕ್ ಸ್ವಾಗತಿಸಿ ರಾಜೇಂದ್ರ ಎನ್.ಕೆ ಧನ್ಯವಾದವಿತ್ತರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಕಾಸರಗೋಡು. ವೈವಿಧ್ಯಮಯ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ತಿಮಿರಿ ಮಹಾಕವಿ ಕುಟ್ಟಮತ್ ಸ್ಮಾರಕ ಪ್ರೌಢಶಾಲೆಯ ವರ್ಷಪೂರ್ತಿ ನಡೆಸಲಾಗುವ ಸುವರ್ಣ ಮಹೋತ್ಸವ ಆಚರಣೆಯು ಏಪ್ರಿಲ್ 26ರಂದು ಪ್ರಾರಂಭವಾಗಲಿದೆ. ಸುವರ್ಣ ಮಹೋತ್ಸವ ಆಚರಣೆಯನ್ನು ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷ ಸಾಬು ಅಬ್ರಹಾಂ ಉದ್ಘಾಟಿಸಲಿದ್ದಾರೆ ಎಂದು ಪದಾಧಿಕಾರಿಗಳು ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ತಿಳಿಸಿದರು. ಪಠ್ಯ ಹಾಗೂ ಪಠ್ಯೇತರ ಚಟುವಟಿಕೆಗಳಲ್ಲಿ ಅತ್ಯುತ್ತಮ ಸಾಧನೆ ಮಾಡುತ್ತಿರುವ ತಿಮಿರಿ ಮಹಾಕವಿ ಕುಟ್ಟಮತ್ ಸ್ಮಾರಕ ಪ್ರೌಢಶಾಲೆಯ ಸುವರ್ಣ ಮಹೋತ್ಸವ ಆಚರಣೆಯು ಏಪ್ರಿಲ್ 26ರಿಂದ ಡಿಸೆಂಬರ್ 31ರವರೆಗೆ ನಡೆಯಲಿದೆ ಎಂದು ಪದಾಧಿಕಾರಿಗಳು ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ತಿಳಿಸಿದರು. ಕಳೆದ 18 ವರ್ಷಗಳಿಂದ ಸತತವಾಗಿ ಎಸ್ಎಸ್ಎಲ್ಸಿ ಪರೀಕ್ಷೆಯಲ್ಲಿ 100% ಯಶಸ್ಸನ್ನು ಸಾಧಿಸಿರುವ ಶಾಲೆಯ ಸುವರ್ಣ ಮಹೋತ್ಸವ ಆಚರಣೆಯ ಅಂಗವಾಗಿ ವಿವಿಧ ಕಾರ್ಯಕ್ರಮಗಳು ನಡೆಯಲಿವೆ. ಜೂನ್ನಲ್ಲಿ ಶಾಲಾ ಪ್ರವೇಶ ಸಮಾರಂಭ, ಮಹಾಕವಿ ಕುಟ್ಟಮತ್ ಅವರ ಕೃತಿಗಳಿಗೆ ಸಂಬಂಧಿಸಿದ ಸಾಹಿತ್ಯ ಕಾರ್ಯಾಗಾರ, ಚಿತ್ರಕಲಾಗಾರರ ಸಂಗಮ, ಶೈಕ್ಷಣಿಕ ಇತಿಹಾಸದ ಕುರಿತು ವಿಚಾರ ಸಂಕಿರಣ, ಹಳೆಯ ವಿದ್ಯಾರ್ಥಿಗಳು, ಪೋಷಕರು, ವಿದ್ಯಾರ್ಥಿಗಳು ಹಾಗೂ ಸ್ಥಳೀಯರಿಂದ ಕಲಾತ್ಮಕ ಕಾರ್ಯಕ್ರಮಗಳು ನಡೆಯಲಿದೆ. ಸುವರ್ಣ ಮಹೋತ್ಸವ ಆಚರಣೆಯನ್ನು ಏಪ್ರಿಲ್ 26ರಂದು ಸಂಜೆ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷ ಸಾಬು ಅಬ್ರಹಾಂ ಉದ್ಘಾಟಿಸಲಿದ್ದಾರೆ. ಮಣಿಕಂಠ ದಾಸ್ ಸಾಂಸ್ಕೃತಿಕ ಉಪನ್ಯಾಸ ನೀಡಲಿದ್ದಾರೆ. ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷೆ ಎಂಪಿವಿ ಜಾನಕಿ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಲಿದ್ದಾರೆ. ಪಂಚಾಯತ್ ಸದಸ್ಯ, ಸಂಘಟನಾ ಸಮಿತಿ ಅಧ್ಯಕ್ಷ ವಿಪಿ ಕುഞ്ഞിಕಣ್ಣನ್, ಶಾಲಾ ವ್ಯವಸ್ಥಾಪಕ ಪ್ರಕಾಶ್ ನಾರಾಯಣನ್ ಶುಭ ಹಾರೈಸಿ ಮಾತನಾಡಲಿದ್ದಾರೆ. ಉದ್ಘಾಟನೆಯ ಬಳಿಕ ವಿದ್ಯಾರ್ಥಿಗಳು ಹಾಗೂ ಸ್ಥಳೀಯರಿಗೆ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮಗಳು ನಡೆಯಲಿವೆ ಎಂದು ಪದಾಧಿಕಾರಿಗಳು ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ತಿಳಿಸಿದರು. 1976 ആ പ്രദേശത്തെ പൗരപ്രമുഖനായിരുന്ന ശ്രീ സി നാരായണക്കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ മന്ത്രിയായിരുന്ന NK ബാലകൃഷ്ണൻ്റെ സഹായത്തോടുകൂടി ഉന്നത വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലാതിരുന്ന കുട്ടമത്ത്, തിമിരി, കുഞ്ഞിപ്പാറ, നാലിലാങ്കണ്ടം പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായ വിദ്യാലയമാണ് മഹാകവി കുട്ടമത്ത് സ്മാരക ഹൈസ്കൂൾ. ഈ ഏപ്രിൽ 26 വൈകുന്നേരം 6:30 ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാബു അബ്രഹാം അവർക്കാണ് നിർവഹിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ സാംസ്കാരിക പ്രഭാഷണം നടത്തുന്നത് മഹാകവി കുട്ടമത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ച് നന്നായി പ്രഭാഷണം നടത്തുന്ന
പിന്നീട് സ്വദേശി കൂടിയായിട്ടുള്ള ശ്രീ മണികണ്ഠദാസ് മാഷാണ്. യോഗം നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട അയ്യൂർ ശിവനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം.പി. ജാനകി അവர்களാണ്. ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ಅಧ್ಯಕ್ಷ ವಿಪಿ ಕುഞ്ഞിಕಣ್ಣನ್, ಜನರಲ್ ಕನ್ವೀನರ್ ಹಾಗೂ ಮುಖ್ಯೋಪಾಧ್ಯಾಯ ಕೆ ಅರ್ಜುನನ್, ಪ್ರವೀಣ್ ಪ್ರಕಾಶ್, ಟಿಪಿ ಅಬ್ದುಲ್ ಲತೀಫ್ ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ಭಾಗವಹಿಸಿದ್ದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆರ್ವತ್ತೂರ್. ನೀಲೇಶ್ವರ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಜಲ ಬಜೆಟ್ ಪ್ರಸ್ತುತಿಯ ಭಾಗವಾಗಿ ಬ್ಲಾಕ್ ಮಟ್ಟದ ಕಾರ್ಯಾಗಾರವನ್ನು ನಡೆಸಲಾಯಿತು. ಪಿಲಿಕೋಡ್ನ ಪಡುವಳ ಎಸ್ಜಿಎಸ್ವೈ ಹಾಲ್ನಲ್ಲಿ ನಡೆದ ಕಾರ್ಯಾಗಾರದ ಅಧ್ಯಕ್ಷತೆಯನ್ನು ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷೆ ಸಿಎಂ ಮೀನಾ ಕುಮಾರಿ ವಹಿಸಿದ್ದರು. ಸಣ್ಣ ನೀರಾವರಿ, ಕೃಷಿ, ಮಣ್ಣು ಸಂರಕ್ಷಣೆ, ಜಲಭೂ ವಿಜ್ಞಾನ, ಅರಣ್ಯ ಇಲಾಖೆಯ ಅಧಿಕಾರಿಗಳು, ಉದ್ಯೋಗ ಖಾತರಿ ಇಲಾಖೆಯ ಪ್ರತಿನಿಧಿಗಳು ಹಾಗೂ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ವ್ಯಾಪ್ತಿಯ ವಿವಿಧ ಗ್ರಾಮ ಪಂಚಾಯತ್ಗಳ ಜನಪ್ರತಿನಿಧಿಗಳು ಕಾರ್ಯಾಗಾರದಲ್ಲಿ ಭಾಗವಹಿಸಿದ್ದರು. ಪಿಲಿಕೋಡಿನ ಪಡುವಳ ಎಸ್ಜಿಎಸ್ವೈ ಹಾಲ್ನಲ್ಲಿ ನಡೆದ ಕಾರ್ಯಾಗಾರದ ಅಧ್ಯಕ್ಷತೆಯನ್ನು ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷೆ ಸಿಎಂ ಮೀನಕುಮಾರಿ ವಹಿಸಿದ್ದರು. കാർഷികാവശ്യങ്ങൾക്കുള്ള ജലത്തിനായിട്ടുള്ള നെട്ടോട്ടം എന്ന് വേണ്ട ഒട്ടുവളരെ പ്രതിസന്ധികൾ ഇതിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, നമ്മളൊക്കെ തന്നെ പുതിയ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നവരാണ്. കഴിഞ്ഞ വർഷം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും പഞ്ചായത്ത് തലത്തിൽ ഒരു ജല ബജറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി ഉണ്ടാകുകയും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും കൃത്യമായി ഇത്തരത്തിലുള്ള ഒരു ജല ബഡ്ജറ്റിന്റെ രേഖ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ನವಕೇರಳ ಕರ್ಮ ಯೋಜನೆಯ ಜಿಲ್ಲಾ ಸಂಯೋಜಕ ಕೆ ಬಾಲಕೃಷ್ಣನ್ ನೀರಿನ ಬಜೆಟ್ ಪ್ರಗತಿ ವಿಷಯದ ಕುರಿತು ವರದಿ ಮಂಡಿಸಿದರು. ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಉಪಾಧ್ಯಕ್ಷ ಕೆ ರಾಜು, ಕಾರ್ಯದರ್ಶಿ ಟಿ ರಾಗೇಶ್, ಗ್ರಾಮ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷ ಇ ಕುഞ്ഞിರಾಮನ್, ಟಿ ನಾರಾಯಣ್, ಎಂಪಿವಿ ಜಾನಕಿ, ಟಿಎಂ ಬುಷ್ರಾ, ಪಿಸಿ ಸುಬೈದಾ, ತ್ರಿಕರಿಪುರ ಪಂಚಾಯತ್ ಉಪಾಧ್ಯಕ್ಷ ಎಂ ರಾಜೇಶ್ ಬಾಬು, ಪ್ರಮೋದ್ ಕುಮಾರ್, ಎಪಿ ಸುಧಾಕರನ್, ಪಿವಿ ದೇವರಾಜನ್ ಮುಂತಾದವರು ಮಾತನಾಡಿದರು. ಬಳಿಕ ಸಾಮಾನ್ಯ ಚರ್ಚೆ ಹಾಗೂ ಕ್ರೋಢೀಕರಣ ನಡೆಯಿತು. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆರ್ವತ್ತೂರ್. ಚಿರುವತ್ತೂರ್ ಕೈದಕಾಡ್ ತರ್ಬಿಯಾ ಕುರಾನ್ ಅಕಾಡೆಮಿಯ ನೇತೃತ್ವದಲ್ಲಿ ಪವಿತ್ರ ಹಜ್ ಯಾತ್ರೆಗೆ ತೆರಳುವವರಿಗೆ ಬೀಳ್ಕೊಡುಗೆ ಹಾಗೂ ಪ್ರಾರ್ಥನಾ ಸಭೆಯನ್ನು ಆಯೋಜಿಸಲಾಯಿತು. ಪಾಣಕಾಡ್ ಸೈಯದ್ ರಶಾದ್ ಅಲಿ ಶಿಹಾಬ್ ತಂಗಳ್ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟಿಸಿದರು. ತರ್ಬಿಯಾ ಸಭಾಂಗಣದಲ್ಲಿ ನಡೆದ ಕಾರ್ಯಕ್ರಮದ ಅಧ್ಯಕ್ಷತೆಯನ್ನು ಕೈದಕಾಡ್ ಮಹಲ್ ಉಪಾಧ್ಯಕ್ಷ ಲತೀಫ್ ನೀಲಗಿರಿ ವಹಿಸಿದ್ದರು. ತರ್ಬಿಯಾ ಸಂಯೋಜಕ ಜಾಬೀರ್ ಹುದವಿ ತ್ರಿಕರಿಪುರ ಪ್ರಾಸ್ತಾವಿಕ ನುಡಿಗಳನ್ನಾಡಿದರು. ತರ್ಬಿಯಾ ಪ್ರಾಂಶುಪಾಲ ಮೊಯ್ದೀನ್ ಚಿಸ್ತಿ ಹುದವಿ ಪ್ರಾರ್ಥನೆಗೈದರು. ಕೈದಕಾಡ್ ಮಹಲ್ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಟಿಕೆ ಅಬ್ದುಲ್ ಸಲಾಂ ಹಾಜಿ ಉಡುಗೊರೆಗಳನ್ನು ಪ್ರದಾನ ಮಾಡಿ ಹಾಫೀಸ್ ಮೊಹಮ್ಮದ್ ರೈಸಿ ವೆಳ್ಳೂರು ಕುರಾನ್ ಪಠಣ ನಡೆಸಿಕೊಟ್ಟರು. ಕೈದಕಾಡ್ ಮಹಲ್ ಖತೀಬ್ ಇಸ್ಮಾಯಿಲ್ ಫೈಸಿ ಇರ್ಫಾನಿ ಮನ್ನರ್ಕಾಡ್, ಕಾಡಂಗೋಡು ಮಹಲ್ ಅಧ್ಯಕ್ಷ ಎಂಸಿ ಅಬ್ದುಲ್ಲಾ ಹಾಜಿ, ತರ್ಬಿಯಾ ಕಾರ್ಯಾಧ್ಯಕ್ಷ ಎಸ್ಎ ಶಿಹಬ್, ಸಿಬ್ಬಂದಿ ಕಾರ್ಯದರ್ಶಿ ನಜೀಬ್ ಹುದವಿ ಮುಂತಾದವರು ಮಾತನಾಡಿದರು. ತರ್ಬಿಯಾ ಪದಾಧಿಕಾರಿಗಳಾದ ಯುಎ ರಾಯಿಸ್, ಸಿ ಶಂಶುದ್ದೀನ್, ಸಿಕೆ ನಿಜಮುದ್ದೀನ್ ಹಾಗೂ ಟಿಎಂ ಅಬ್ದುಲ್ಲಾ ಭಾಷಣ ಮಾಡಿದರು. ಸೈಯದ್ ರಶಾದ್ ಅಲಿ ಶಿಹಾಬ್ ತಂಗಳ್ ಸಮರೋಪ ಪ್ರಾರ್ಥನೆಗೆ ನೇತೃತ್ವ ನೀಡಿದರು. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆರ್ವತ್ತೂರ್. ಕೊನೆಯಲ್ಲಿ ಮತ್ತೊಮ್ಮೆ ಮುಖ್ಯಾಂಶಗಳು. ಜಿಲ್ಲೆಯಲ್ಲಿ ಬಾಲ್ಯ ವಿವಾಹದ ಪ್ರಕರಣವೊಂದು ದಾಖಲು. ಉಸ್ತಾದ್ ಸೇರಿದಂತೆ 4 ವಿರುದ್ಧ ಪ್ರಕರಣ ದಾಖಲಿಸಿಕೊಂಡ ಚಂದೇರಾ ಪೊಲೀಸರು. ನದಿಗಳಿಲ್ ಸುಂದರಿ ಯಮುನಾ ಚಿತ್ರದ ಬಗ್ಗೆ ಮುರಳಿ ಕುನ್ನುಂಪುರ ಅವರ ಆರೋಪಗಳನ್ನು ನಿರಾಕರಿಸಿದ ನಿರ್ದೇಶಕ ವಿಜೇಶ್ ಪಾಣತೂರು. ವಿಷಯವನ್ನು ಕಾನೂನುಬದ್ಧವಾಗಿ ಎದುರಿಸುವುದಾಗಿ ವಿಜೇಶ್ ಪಾಣತೂರು ಹೇಳಿಕೆ. ಮಂಜೇಶ್ವರ ಪಂಚಾಯತ್ ಅಧಿಕಾರಿಗಳ ನಿರ್ಲಕ್ಷ್ಯದ ಪರಾಕಾಷ್ಠೆಗೆ ಸಾಕ್ಷಿಯಾದ ಸೇತುವೆ ಸ್ಲ್ಯಾಬ್ಗಳು. ಖಾಸಗಿ ಜಾಗದಲ್ಲಿ ಅನಾಥವಾಗಿ ಬಿದ್ದಿರುವ ಸೇತುವೆಯ ಸ್ಲ್ಯಾಬ್ಗಳಿಂದ ಭೂಮಾಲೀಕ ಸಂಕಷ್ಟದಲ್ಲಿ. ಮಳೆಗಾಲ ಪ್ರಾರಂಭವಾಗುವ ಮುನ್ನ ಸ್ವಚ್ಛತಾ ಅಭಿಯಾನ ಕಾರ್ಯಕ್ರಮ. ಚಿರುವತ್ತೂರು ಗ್ರಾಮ ಪಂಚಾಯತ್ ನೇತೃತ್ವದಲ್ಲಿ ನಡೆದ ಸ್ವಚ್ಛತಾ ಕಾರ್ಯದಲ್ಲಿ ಅನೇಕ ಮಂದಿ ಭಾಗಿ. ನಾಡಿನಲ್ಲಿ ಸಂಭ್ರಮದ ವಾತಾವರಣ ಮೂಡಿಸಿದ ಪೆರಡಾಲ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ. ದೇಗುಲದಲ್ಲಿ ನಾಳೆ ಉದನೇಶ್ವರನಿಗೆ ಬ್ರಹ್ಮಕಲಶಾಭಿಷೇಕ. ಇಂದಿನ ವಾರ್ತಾ ಸಂಚಿಕೆ ಇಲ್ಲಿಗೆ ಮುಕ್ತಾಯವಾಯಿತು. ಮುಂದಿನ ವಾರ್ತಾ ಸಂಚಿಕೆಯೊಂದಿಗೆ ಭೇಟಿಯಾಗೋಣ. ವಂದನೆಗಳು.